നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. കാരണം നമ്മളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ചില ആപ്പുകൾ നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം അത്തരം ആപ്പുകൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കൃത്യമായി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, നമ്മുടെ സ്റ്റോറേജ് തീർന്നു പോകും. കാരണം ആപ്പ് കൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല, ആ ആപ്പ് നമ്മുടെ സ്റ്റോറേജ് തീർക്കും. രണ്ടാമത്തെ, ഇൻ്റർനെറ്റ്. ആ ആപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് നമുക്ക് നഷ്ടമാകും. അതുപോലെ തന്നെ മൂന്നാമത്തെ, റാം. നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ റാം കൃത്യമായി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയാനൊക്കെ കാരണമാകും. അപ്പോൾ നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പ്ലേ സ്റ്റോറിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. പ്ലേ സ്റ്റോറിനകത്ത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറയുന്ന സെറ്റിങ്സ്, ഇനി പറയാൻ പോകുന്ന സെറ്റിങ്സ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിനകത്ത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ആപ്പ് ഏതാണെങ്കിൽ ആ ഒരു ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്പ് എൻ്റെ ഫോണിനകത്ത് വർക്ക് ചെയ്യുമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നെല്ലാം കാണിച്ചുതരാം. ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം ഒരു 3 ലൈൻ. ഈ 3 ലൈൻ മോസ്റ്റ് റിലവൻ്റ് എന്നുള്ള ഈ 3 ലൈനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഇവിടെ താഴെ ദിസ് ഡിവൈസ് മോഡൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ അപ്ലൈ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഫോൺ ഇപ്പോൾ ദിസ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണ്, ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു ആപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇതേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എന്തൊക്കെ റിവ്യൂ ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അതേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ റിവ്യൂ ചെയ്താണ് ഈ കാണുന്നത്. ഇത് വായിച്ചു നോക്കിയാൽ അധികം ആളുകളും സ്റ്റാർ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് നമുക്ക് കൃത്യമായി വർക്ക് ചെയ്യാറില്ല നമ്മുടെ ഫോണിനകത്ത്. ചിലപ്പോൾ പേയ്മെൻറ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാകും പേയ്മെൻറ്റ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിനകത്ത് ഇതേ ഫോണിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ ആപ്പും അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ കാണിച്ച പോലെ സെറ്റിങ്സിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഡിവൈസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതേ ഡിവൈസിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച ആളുകൾ റിവ്യൂ ചെയ്തത് ഗൂഗിൾ നമുക്ക് പ്രത്യേകം മാർക്ക് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ അത് വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ അതേ ഫോൺ ഉപയോഗിക്കുന്ന മറ്റു വ്യക്തികൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ വെച്ച് വായിച്ച് നോക്കാനും ആവശ്യമാണെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.